നമസ്കാരം. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കും പണ്ഡിതർക്കും ക്രിസ്മസ് ദിനത്തിൽ വിരുന്നു നൽകാൻ സാധിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ വന്ന് പറഞ്ഞത്. മതമേലധ്യക്ഷന്മാർ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചു. അവർ തന്നെ അനുഗ്രഹിച്ചു. തൃശൂരിൽ മഹിളാ സമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേക്ക് വൈൻ രോമാഞ്ച വിവാദത്തിലും തൊടാതെ തൊട്ട് പറഞ്ഞുവെച്ചത് ഇങ്ങനെയാണ്. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലുമുണ്ട് കേക്ക്. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവയടക്കമുള്ള സഭാധ്യക്ഷന്മാരും മതമേലധ്യക്ഷന്മാരും പങ്കെടുത്ത സമൃദ്ധമായ വിരുന്നിൽ എന്താണ് ചർച്ചയായ രാഷ്ട്രീയം? പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്ക് രോമാഞ്ചമെന്ന് വിശേഷിപ്പിച്ച് വെട്ടിലായ മന്ത്രി സജി ചെറിയാൻ ഭാഗികമായി പിഴയേറ്റു പറഞ്ഞത് KCBC സ്വീകരിച്ചത് ആശ്വാസമാണ് സർക്കാരിനും പാർട്ടിക്കും. പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസ് BJP നേതാക്കൾക്കും ക്ഷണമുണ്ടായിരുന്നെങ്കിലും PV അബ്ദുൽ വഹാബ് MP മാത്രമാണ് വിരുന്നിൽ പങ്കെടുത്തത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിലും വിരുന്നിലേക്ക് ക്ഷണിച്ചില്ല. സർക്കാർ ഗവർണർ പോര് പുതുവർഷത്തിലും പഴയ പടി തന്നെ. വിരുന്നിൽ തെളിഞ്ഞതെന്ത്, പറഞ്ഞതെന്ത്? ഡിബേറ്റ് വിത്ത് സുജയിൽ ഇന്നത്തെ അതിഥികളായി BJP പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N. ശ്രീകുമാർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN. ഹസ്കർ, കാത്തലിക് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി എന്നിവരാണ്. അഡ്വക്കേറ്റ് മനു വരാപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്. അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി, പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ വിളിച്ച വിരുന്നിന്റെയും മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത ക്രിസ്മസ് പുതുവത്സര വിരുന്നിന്റെയും സമയം ഒന്നു തന്നെയാണ്, ഉച്ചയ്ക്ക് 12:30. പക്ഷേ ആദ്യത്തേതിൽ രാഷ്ട്രീയം സംസാരിച്ചില്ല, മണിപ്പൂർ സംസാരിച്ചില്ല എന്ന പ്രതിഷേധ പരാമർശമുയർന്നു, വിമർശനമുയർന്നു, പരിഹാസമുയർന്നു. ഇന്നത്തെ വിരുന്നിൽ ചർച്ചയായത് എന്താണ്? രണ്ടിടത്തും ഉണ്ടായിരുന്നല്ലോ സഭാധ്യക്ഷന്മാർ. ഇന്നത്തെ വിരുന്നിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വിരുന്നിൽ ചർച്ചയായത് എന്നതിനേക്കാൾ ഇത് ഞങ്ങൾ കാണുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലിരിക്കുന്ന രണ്ടുപേർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിരിച്ച ഒരു വിരുന്നിൽ ഞങ്ങൾ പങ്കെടുത്തു, സഭാമേലധ്യക്ഷന്മാർ പങ്കെടുത്തു. അത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വിധേയത്വമാണ്, ജനാധിപത്യത്തെ മാനിക്കലാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിലെ രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി സമന്വയത്തിൻ്റെയും മാനവ സ്നേഹത്തിൻ്റെയും ഒരു സന്ദേശം പകരുന്ന ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിനെ അംഗീകരിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരു വിരുന്ന് ഒരുക്കുമ്പോഴത്തേക്കിന് സഭാധ്യക്ഷന്മാരോടൊപ്പം അണിചേരുവാനായിട്ടും അവർ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകുമ്പോഴത്തേക്കിന് അത് അവർ പോയി എന്നത് മാത്രമാണ് അതിലെ രാഷ്ട്രീയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരിക്കാം. ആ രാഷ്ട്രീയം സഭയുടെ മേലധ്യക്ഷന്മാരുടെ ഈ വരവിനുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, സമന്വയത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് പക്ഷേ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അങ്ങോട്ട് എത്തുന്ന രാഷ്ട്രീയമല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കണം എന്നാണ് പറയുവാനായിട്ടുള്ളത്. ഇവിടുത്തെ കർഷകന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരുമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഞങ്ങൾക്കുണ്ടായിരിക്കുക. ഇവിടുത്തെ മറ്റു പീഡനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, ക്രൈസ്തവ പീഡനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സംസാരമായിരിക്കില്ല ഞങ്ങൾക്കുണ്ടായിരിക്കില്ല. പക്ഷേ ജനാധിപത്യ പ്രക്രിയയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതിലെ തലവന്മാരെന്ന നിലയിൽ അവരെ അംഗീകരിക്കുവാനായിട്ട്, ഓരോ വ്യക്തിയെ ബഹുമാനിക്കുവാൻ, അധികാര സ്ഥാനങ്ങളെ ബഹുമാനിക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സഭ അത് മാനിക്കുവാനായിട്ട് ക്രൈസ്തവ സഭ തയ്യാറാണ്. അതിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ രണ്ടിടത്തും പോയതിനുള്ള കാണുക. ഓക്കെ, അത് വ്യക്തമാണ്. അഡ്വക്കേറ്റ് BN. ഹസ്കർ, കേക്കിന്റെ പീസും മുന്തിരിയിട്ട് വാറ്റിയ സാധനവും കഴിച്ച് സ്തുതിയൊക്കെ പാടി ചില ബിഷപ്പുമാർക്ക് പ്രത്യേക രോമാഞ്ചം. ഈ രണ്ട് പദങ്ങളും അല്ലെങ്കിൽ 3 പദങ്ങളും എന്തെങ്കിലും പ്രയാസമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിന് ശേഷമാണ് KCBCയുടെ അധ്യക്ഷൻ ക്ലിമിസ് ബാവ അടക്കമുള്ളവർ ഇന്നത്തെ വിരുന്നിലേക്ക് എത്തിയത്. ഇന്നത്തെ വിരുന്നിൽ മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം കൊടുക്കുന്ന, ഒരുമിച്ച് കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വിരുന്നുകളും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ആദ്യഘട്ടത്തിൽ ഞാൻ സഭയുടെ പ്രതിനിധിയോട് ചോദിച്ചത്, കാത്തലിക് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിച്ചതും. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ മണിപ്പൂർ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ വിഷയം സംസാരിച്ചില്ല എന്ന ചോദ്യം ഉയരുന്നില്ല. ആ ഒരു കാര്യത്തിൽ എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്?
സുജയ്, നമുക്ക് ഈ രണ്ട് വിരുന്നുകളെയും രണ്ടായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വിരുന്നൊരുക്കുന്നു. സ്വാഭാവികമായും കത്തോലിക്ക സഭയുടെയും മറ്റ് സഭകളുടെയും ഒക്കെ മേലധ്യക്ഷന്മാർ ആ വിരുന്നിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കേരളത്തിലെ CPIMോ ഇടതുപക്ഷമോ ഒരു കാലത്തും ക്രിസ്തുമത സഭകളുമായി അങ്ങനെ അസ്വാരസ്യത്തിൽ കഴിയുകയോ അവരെ ഉന്മൂലനം ചെയ്യുകയോ എന്നുള്ളൊരു ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല കമ്മ്യൂണിസവും അല്ലെങ്കിൽ ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും ക്രിസ്തുമതത്തിൻ്റെയും അതുപോലെ കമ്മ്യൂണിസത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു നല്ല നാളെയാണ് ക്രിസ്തുമതവും കമ്മ്യൂണിസവും സ്വപ്നം കാണുന്നത്. അവിടെയാണ് സമന്വയത്തിൻ്റെ ഘട്ടം വരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വിരുന്നിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് 1960കളിൽ രണ്ടാം സർസംഘ് ചാലകമായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കറുടേതായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതാണ് RSSൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് പറയുന്നത് വിചാരധാര. ആ വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആണ് ക്രിസ്ത്യാനികളെ. അതിൽ കൃത്യമായി അക്കമിട്ട് നിരത്തി ക്രിസ്ത്യാനികളെ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തുരത്തണമെന്നും കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അപ്പോൾ അങ്ങ് മറ്റൊരു ചോദ്യം ഉന്നയിക്കും. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് RSSൻ്റെ സർസംഘ് ചാലകമായിട്ടുള്ള ശ്രീ മോഹൻ ഭാഗവത് വിചാരധാരയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗുരുജി ഗോൾവാർക്കറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് അത് മാറ്റം വരുത്തേണ്ടത് കൂടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ 2023 RSSൻ്റെ തന്നെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ എന്തുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിച്ചുകൂടാ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതുപോലെ ഇവാഞ്ചലിക്കൽ സഭ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന രീതി, ആ മതപരിവർത്തനം നടത്തുന്ന രീതി, അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ക്രിസ്തുമതത്തെ വിമർശിക്കുന്നതും അതുപോലെ ഉന്മൂലന സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്നതുമായിട്ടുള്ള വാദമുഖങ്ങൾ ഓർഗനൈസർ നിരത്തുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കഴിയുമ്പോഴാണ് മണിപ്പൂർ എന്ന് പറയുന്ന കത്തുന്ന പ്രശ്നം ഇന്ത്യയിൽ വരുന്നത്. മണിപ്പൂർ എന്ന് പറയുന്ന കത്തുന്ന പ്രശ്നത്തിന്മേൽ ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുകയും മണിപ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ പോയി ചേർത്തു പിടിക്കുന്നതിന് ഒരവസരം പോലും ലോകത്താകമാനം അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മണിപ്പൂരിൽ ഒരു നിമിഷം പോലും പോയില്ല. പാർലമെൻറ്റിൽ ഒരു അടിയന്തര സമ്മേളനം വിളിച്ച് അദ്ദേഹം ഇത് സംബന്ധിച്ച് പാർലമെൻറ്റ് അംഗങ്ങളോട് പോലും അഡ്രസ്സ് ചെയ്യാതെ പിൻവാങ്ങിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായും ആ വിരുന്നിലേക്ക് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വിരുന്ന് നടത്തുമ്പോൾ അതിലെ മതമേലധ്യക്ഷന്മാർ സ്വാഭാവികമായും ഒരു ചോദ്യം ഉന്നയിക്കേണ്ടതായിരുന്നു. മണിപ്പൂർ അവരുടെ പ്രശ്നമാണ് എങ്കിൽ, മണിപ്പൂർ അവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ രാജ്യത്താകമാനം ലോകത്താകമാനമുള്ള ക്രിസ്തുമത വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കിയ സംഭവമാണ് മണിപ്പൂർ. അപ്പോൾ സ്വാഭാവികമായി ആ ചോദ്യം ഉന്നയിച്ചില്ല എന്നുള്ളിടത്താണ് അവിടെ പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളുമായി ഒരു തരത്തിലുമുള്ള വൈരുദ്ധ്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല, അല്ലെങ്കിൽ വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നില്ല. ഞങ്ങൾ സമന്വയത്തിൻ്റെ പാതയിലാണ്, ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ഒപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ അതുകൊണ്ട് അവിടെ രാഷ്ട്രീയം പറയേണ്ടതില്ല. പ്രധാനമന്ത്രി അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പയറ്റിക്കൂടാ, അത് CPIMന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിലെ തെറ്റ്. ഇന്ന് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് ഈ കേക്ക് വൈൻ രോമാഞ്ചത്തിന് ഒരു മറുപടി നൽകിയിരുന്നു. അങ്ങ് കേട്ട് കാണുമല്ലോ. അല്ല സുജയ, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് അത് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ മണിപ്പൂരിനെ കുറിച്ചുകൂടി പറയേണ്ടതായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച്, മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒന്നും പറയാറില്ല. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് വേവലാതി ഉണ്ടായിട്ടില്ല, നൊമ്പരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല, അല്ലെങ്കിൽ ആ വിരുന്നിൽ രാഷ്ട്രീയം പറഞ്ഞില്ല എന്നുള്ളതല്ല നമ്മുടെ മുന്നിലെ പ്രശ്നം. കേരളത്തിൽ അങ്ങനെ മണിപ്പൂർ പോലുള്ള ഒരു വലിയ നോവുന്ന പ്രശ്നം കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ വിശ്വാസ സമൂഹവുമായി അടുത്തു നിൽക്കുന്നു. ഞങ്ങൾ വിശ്വാസ സമൂഹത്തിനെതിരല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഒരു മാർക്സിയൻ ദർശനം എന്ന് പറയുന്നത് ക്രിസ്തുമത ദർശനത്തെ പോലെ സ്വാഭാവികമായും സമന്വയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടി ദർശനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ അത്തരം രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടം നൽകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവാതിരുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതാണ്,
മണിപ്പൂരിനെ കുറിച്ചുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് സജി ചെറിയാൻ ഈ തിരുത്തു വരുത്തുമ്പോഴും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയമായ തന്റെ നിലപാടാണ് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത്. അത് CPIM എന്ന പാർട്ടിയുടെയും നിലപാടാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മണിപ്പൂരിൽ പോകുന്നത് വരെ പ്രസക്തി ഉണ്ട് താനും. അതുവരെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇന്ന് നടന്ന മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നാണ്. ആ വിരുന്ന് നടന്നതിന് 2-3 മണിക്കൂറിന് ശേഷം തൃശൂരിൽ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് താൻ നൽകിയ വിരുന്നിനെക്കുറിച്ചും അതിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചും സൂചിപ്പിച്ചത് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് കേൾക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ മണിപ്പൂർ സംസാരിക്കണം, പ്രധാനപ്പെട്ട വിഷയമാണത് എന്ന് പറയുന്നവർ ഇവിടെ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ അങ്ങനെ സംസാരിക്കാൻ ഒരു വിഷയമില്ല, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ വന്ന വിഭാഗങ്ങളെ വേട്ടയാടുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ BJPക്ക് പറയാനുള്ള മറുപടി? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട സുജയ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഹസ്കർ സൂചിപ്പിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രിസ്തുമസിൻ്റെ ആഘോഷം നടക്കുന്ന വേളയിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പൗരോഹിതന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ അവരുമായി കേക്ക് മുറിച്ചു, അവരുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലേക്ക് മണിപ്പൂർ വിഷയം കലർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയായി അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ സജി ചെറിയാനിൽ നിന്ന് ആ സമൂഹത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വാക്കുകൾ കേരളം എത്രയോ ലജ്ജയോടുകൂടി കാണേണ്ട വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ആ ചടങ്ങിൽ നേരത്തെ പാലാ ബിഷപ്പിനെതിരെ എടുത്തിട്ടുള്ള കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ഉണ്ടായോ? നേരത്തെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIക്കാർ ഒരു പള്ളിയിൽ ഒരു വിഭാഗം ആളുകളെ മുഴുവൻ തന്നെ പൂട്ടിയിട്ട് 22 ദിവസം അവരെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ശ്രീ ഹസ്കർ കാണാതെ പോയിട്ടുള്ളതാണോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് മാർക്സിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് വിചാരധാരയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, വിചാരധാരയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് അത് കാലാനുസൃതമായ മാറ്റത്തിനനുസൃതമായി സംഭവങ്ങളെ കാണാൻ വേണ്ടി അത് കളമൊരുക്കുന്നുണ്ട് എന്നുള്ളത്. അതേസമയം മാർക്സിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ്. മതത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മാർക്സ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒത്തുപോകാൻ വേണ്ടി കഴിയുക? അപ്പോൾ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള നിലപാട് ഈ രണ്ട് കാര്യത്തിലുമുണ്ട്. ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരായി രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, അതിൽ മതമേലധ്യക്ഷന്മാരടക്കമുള്ള ബഹുമാനപ്പെട്ട ആളുകളെ മുഴുവൻ തന്നെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. മറുഭാഗത്ത് ഞങ്ങളെല്ലാം ഇവരെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്ന് പറയുക. എന്താണ് ഇവർ ചേർത്ത് പിടിച്ചിട്ടുള്ളത്? ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഇടതുപക്ഷത്തിന് അങ്ങനെ അത്രക്ക് വലിയ വിഷമം ആ കാര്യത്തിലുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹതാപം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിൽ പോയി ആളുകളെ ആശ്വസിക്കാൻ വേണ്ടി തയ്യാറായില്ല? അപ്പോൾ അതല്ലല്ലോ വിഷയം. ഇനി അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എടുക്കുക. മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മിസോറാം എന്ന് പറയുന്ന അടുത്ത് കിടക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടപ്പെടുകയും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇല്ലാതാവുകയും BJP വീണ്ടും ഒന്നിൽ നിന്ന് BJPയുടെ സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയത്തിന് യാതൊരു പ്രസക്തിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരത്തെ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടിയെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതിനുള്ള മറുപടിയാണല്ലോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് സൂചിപ്പിച്ചത്. കേരളത്തിൽ ഈ തരത്തിൽ ചില ശ്രമങ്ങൾ നടത്തി, രാഷ്ട്രീയപരമായുള്ള ശ്രമങ്ങൾ നടത്തി കേരളത്തിലെ സാമുദായിക സംഘർഷമുണ്ടാക്കാൻ അല്ലെങ്കിൽ സാമുദായികമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്താൻ എക്കാലത്തും ഇടതുപക്ഷം പല ഘട്ടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി കഴിയൂ. രാഷ്ട്രീയമായി അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ BJP മറുഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിലേക്ക് അദ്ദേഹം ഒന്ന് പോയാൽ തീരില്ലേ ഈ വിമർശനം? മണിപ്പൂരിലെ സർക്കാർ BJPയുടെ സർക്കാരാണല്ലോ. ആ സർക്കാർ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഇന്നും ഇന്നലെയും ഉള്ള പ്രശ്നങ്ങളല്ലല്ലോ. സുജയ അടക്കമുള്ള ആളുകൾക്ക് അറിയാമല്ലോ.
93 അവിടെ ഉണ്ടായിട്ടുള്ള കലാപത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? മണിപ്പൂർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നെല്ലാം പറയുന്നത് പലപ്പോഴും പല വിഷയങ്ങളുടെയും പേരിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ മൈത്തേയി വിഭാഗവും കുക്കി വിഭാഗവും മാത്രമല്ല, മൈത്തേയി വിഭാഗങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴുണ്ടാകുന്ന ചില വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് BJPയുടെ വശമാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് ഈ ചർച്ച നടത്തുന്ന ആളുകൾ അവർ തന്നെ അത് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മണിപ്പൂരിലെ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPയുടെ ഭരണത്തിനൊരു പ്രശ്നവുമില്ല. അവിടുത്തെ ജനങ്ങൾ ആ സർക്കാരിനെതിരായ വലിയ പ്രക്ഷോഭങ്ങൾ, അവിടെ അങ്ങനത്തെ ഒരു പ്രക്ഷോഭമല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ വലിയ പ്രശ്നങ്ങളില്ലാതെ സൗഹാർദ്ദപരമായി അത് എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ശ്രമം അവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സർക്കാരിന്റെ പരാജയവും അദ്ദേഹം രാജിവെക്കാൻ നടത്തിയ നാടകവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇത് സ്ഥിരം വാദമാണ്, ഇതല്ല. ഞാൻ ചോദിച്ചത് നേരിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നില്ല? ഒരു തവണ പോയാൽ തീരില്ലേ ഇടതുപക്ഷത്തിന്റെ ഈ വാദമൊക്കെ? മറ്റിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നത് പോലെ മണിപ്പൂരിൽ ഈ എത്നിക് ക്ലാഷ് ആണെങ്കിൽ ആയിക്കോട്ടെ, കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ ഇത്രയും സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു വട്ടം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാൽ ഈ വിമർശനങ്ങളുടെയൊക്കെ മുനയൊടിയില്ലേ? അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മുടെ രാജ്യത്തൊരു ആഭ്യന്തര പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി പോയി അതിലൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ കീഴ്വഴക്കത്തിന്റെ ഭാഗമല്ല. അതെവിടെയാണെങ്കിലും ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ഓടിയെത്തി ആശ്വസിപ്പിക്കുന്നവരാണ് എന്റെ പ്രധാനമന്ത്രി എന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ എന്റെ സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടേക്ക് ഓടിയെത്തുന്ന, അവിടുത്തെ പ്രശ്നത്തിന് അവസാനം കുറിക്കുന്ന ആളാകണ്ടേ എന്റെ പ്രധാനമന്ത്രി, എന്റെയും താങ്കളുടെയും പ്രധാനമന്ത്രി? അങ്ങനെ പ്രധാനമന്ത്രി ചെയ്യുന്നതുകൊണ്ടും ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടുമാണല്ലോ അത് അത്ര വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നത്. അത് എത്രയോ കലാപമായി മാറേണ്ട സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഒരു 7 ദിവസക്കാലം അവിടെ നിരന്തരമായി ക്യാമ്പ് ചെയ്യുകയും അതിനുശേഷം നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടല്ലേ അവിടെ കലാപം അവസാനിപ്പിക്കാനും അവിടെ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സർവകക്ഷി യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി പോയിട്ടില്ല എന്ന വാദം ഇങ്ങനെ ആവർത്തിച്ചുന്നയിക്കാൻ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ കഴിയുന്നത് അവിടെ പോകാത്തത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. തിരികെ ശ്രീകുമാർ, ഇന്നത്തെ വിരുന്നിൽ അസാന്നിധ്യം കൊണ്ട് ആദ്യം ശ്രദ്ധേയനായ വ്യക്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കൾ, BJPയുടെ പ്രതിനിധികൾ, ഇവരാരും ഉണ്ടായിരുന്നില്ല ഈ ചടങ്ങിൽ. അബ്ദുൽ വഹാബിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയുടെ ഒരു ശൂന്യത അവിടെ ദൃശ്യമായിരുന്നു. പക്ഷേ അതിൽ പങ്കെടുത്ത മതമേലധ്യക്ഷന്മാരുടെ, അതിഥികളുടെ പട്ടിക എന്ന് പറയുന്നത് വളരെ വലുതാണ്. കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവ, കുര്യാക്കോസ് മോർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ജോസഫ് മോർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, അങ്ങനെ പോകുന്നു നീണ്ട നിര. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയുണ്ട്, കടക്കിൽ അബ്ദുൽ അസീസ് മൗലവിയുണ്ട്, ഫസൽ ഗഫൂറുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്, ഗോകുലം ഗോപാലൻ, അടൂർ ഗോപാലകൃഷ്ണൻ, സൂര്യ കൃഷ്ണമൂർത്തി, അങ്ങനെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തികളുടെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് അവിടെ കാണാം. പക്ഷേ അവിടെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. എന്നാൽ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ വിളിക്കുന്ന വിരുന്നിൽ രാഷ്ട്രീയം ആ വിരുന്നിലേക്ക് പോയ ബിഷപ്പുമാരെ ആക്ഷേപിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ അത് തുലോം കുറവായിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ഇന്ന് പ്രധാനമന്ത്രി വന്നൊരു വിശദീകരണം കൂടി നൽകി തൃശ്ശൂരിൽ, അങ്ങ് അതും കേട്ട് കാണുമല്ലോ. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ N. ശ്രീകുമാർ? ശ്രീമതി സുജയ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൊരു വിരുന്ന് നൽകിയത് അത് സാധാരണ കേരളത്തിലെ മുഖ്യമന്ത്രി, സ്പീക്കറും പ്രതിപക്ഷ നേതാവൊക്കെ ചില സമയങ്ങളിൽ നൽകാറുണ്ട്. ആ വിരുന്നിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അത് ഈ വിരുന്നെന്ന് പറഞ്ഞ സൗഹാർദ്ദമാണ്. പ്രതിപക്ഷം ഇന്നതിൽ പങ്കെടുക്കാതിരുന്നത്, പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവും കൂട്ടരും, പ്രതിപക്ഷത്തു നിന്നുള്ള MP വഹാബ് പങ്കെടുത്തിരുന്നു. പക്ഷേ പ്രതിപക്ഷം ആ നിലയ്ക്ക് പങ്കെടുക്കാതിരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായതുകൊണ്ടാണ്. കാരണം സൗഹാർദ്ദം ഒരു വിരുന്നിൽ മാത്രം കാണിച്ചാൽ പോരാ, പുറത്തും കാണിക്കണം. അത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ കാണിക്കണം എന്നുള്ള ചിന്തയൊക്കെ പ്രതിപക്ഷത്തിനുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമവും അത് ന്യായീകരിച്ച മുഖ്യമന്ത്രിയും ഒക്കെ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തിൽ പോകാതിരുന്നത്. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം,
ആര് വിരുന്ന് കൊടുത്താലും ശരി അതിൽ രാഷ്ട്രീയം പറയണമെന്ന് നമ്മൾ ശഠിക്കരുത്. പക്ഷേ വിഷയം കത്തി നിൽക്കുകയാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആശങ്ക അതിൽ പങ്കുവയ്ക്കാം. ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ അതുപോലെ തന്നെ ഒരു ആശങ്ക പങ്കുവയ്ക്കാമായിരുന്നു, അവർ പങ്കുവച്ചില്ല. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അവർക്ക് ആശങ്ക പങ്കുവയ്ക്കാമായിരുന്നു, പങ്കുവച്ചില്ല. പക്ഷേ കേരളം ഭരിക്കുന്ന CPM-ഉം അതുപോലെ തന്നെ ഭരണമുന്നണിയൊക്കെ അവർക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാമായിരുന്നു ശ്രീമതി സുജയ. കാരണം പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ വരികയാണ്. സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിമാർ കേരളത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ, പ്രത്യേകിച്ചും ഭരിക്കുന്നവർക്കെതിരായ പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ നിർണായക വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം എന്നൊരു ചോദ്യം ചോദിക്കും. അത് അഭിപ്രായം പറയാൻ വേണ്ടിയൊന്നുമല്ല, ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്നത് അവരുടെ ആർജവത്വമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ പ്രതികരിക്കുമോ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ചോദിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ വക കാര്യങ്ങളിലൊക്കെ CPM കാണുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം എന്ന് പറയുന്നത് ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലാത്തതാണ്. എൻ ശ്രീകുമാർ, അവിടെയാണ് താങ്കളോട് ഞാൻ ആ പോയിന്റിൽ യോജിക്കുകയാണ്. എൻ ശ്രീകുമാർ, താങ്കളോട് ഞാൻ ആ പോയിന്റിൽ യോജിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, CPIM-ന്റെ പാർട്ടി സെക്രട്ടറി ചോദിക്കാത്ത ചോദ്യം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പോയ ബിഷപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എന്താണ്? അല്ലാതെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഒരു ആയുധമായിട്ട് മാത്രമേ ഞാൻ ഈ സജി ചെറിയാൻ്റെ ഇടപെടലിനെ കുറിച്ച് കാണുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകിച്ചൊരു പാർട്ടി നയമോ തീരുമാനമൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ട് അത് ഒരു പുലിവാല് പിടിച്ചതാണ്, മന്ത്രിസ്ഥാനം രാജിവെച്ചതാണ്. അദ്ദേഹം വീണ്ടും ഒരു പ്രസംഗം നടത്തി. പക്ഷേ ആ പ്രസംഗം നടത്തിയ ശേഷം CPM എന്തുകൊണ്ടാണ് ആ പ്രസംഗത്തെ അപ്പോൾ തന്നെ തള്ളിപ്പറയാതിരുന്നത്? അല്ല, എന്തുകൊണ്ടാണ് സജി ചെറിയാൻ അത് പുറത്തു വന്നിട്ട് എനിക്കിങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ്? അതിലൊരു രാഷ്ട്രീയമുണ്ട് ശ്രീമതി സുജയ. അതായത് ഇത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും എന്ന് CPM ചിന്തിച്ചു. അവർ അന്ന് വൈകുന്നേരം പറഞ്ഞില്ല, പിറ്റേന്ന് ഉച്ചയ്ക്ക് സജി ചെറിയാൻ ഖേദപ്രകടനം നടത്തിയ ശേഷമാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടി ഒരു അഭിപ്രായം പറഞ്ഞത്. സജി ചെറിയാൻ്റെ അഭിപ്രായമല്ല അതെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് അന്ന് തന്നെ പ്രസ്താവന ഇറക്കണ്ടായിരുന്നു, ആ നിമിഷം തന്നെ. അപ്പോൾ അവരെന്താ കണക്കാക്കിയത്? സജി ചെറിയാൻ ഒരു കാര്യം പറഞ്ഞു. സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ സമുദായമൊക്കെ അതിൽ നോക്കണം. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അത് ഹിന്ദു സമുദായത്തിൽ ഏത് രീതിയിലാണ് ഒരു ചലനം ഉണ്ടാക്കുക എന്ന് പാർട്ടി ചിന്തിച്ചോ, നിരീക്ഷിച്ചുവോ? കാരണം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാക്കൾ അത് ഇങ്ങനെ രോമാഞ്ചം കൊണ്ടു എന്നൊക്കെ ഒരു പരിഹാസരൂപേണ പറയുമ്പോൾ അതിൽ ഹിന്ദു സമുദായത്തിലെ ആരെങ്കിലും ആഹ്ലാദം കൊള്ളുന്നുണ്ടോ എന്ന് പാർട്ടി ചിന്തിച്ചോ? കാരണം അങ്ങനെ പാർട്ടിക്ക് അങ്ങോട്ട് താല്പര്യമുണ്ടോ? ഒരു ഹിന്ദു സമുദായത്തെ കൂടെ നിർത്താൻ ഇത് നല്ലൊരു അവസരമായിട്ട് അവർ കരുതിയോ? ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വിരുന്നിൻ്റെ തലേന്ന് ഉച്ചയ്ക്ക് സജി ചെറിയാൻ ഒരു ഖേദപ്രകടനം നടത്തുന്നു, ഞങ്ങളെല്ലാതിൽ പങ്കെടുക്കുന്നു ബിഷപ്പുമാർ പറയുന്നു. നേരെ മറിച്ച് സജി ചെറിയാൻ അന്ന് ഉച്ചയ്ക്ക് ആ ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ ഇന്നത്തെ വിരുന്നിൽ നേരത്തെ സുജയ പറഞ്ഞ മെത്രാന്മാരൊക്കെ പങ്കെടുക്കുമായിരുന്നുവോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് CPM എന്തെങ്കിലും രാഷ്ട്രീയം CPM കാണാതെ അവരെ ഈ തിരുത്ത് നടത്തില്ല. ഇനി വേറൊരു കാര്യം കൂടെ ശ്രീമതി സുജയ. അതായത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരം നിർണായക വിഷയങ്ങളിൽ പാർട്ടിക്കൊരു നയം ഉണ്ടാവും. ആ നയം പാർട്ടി സെക്രട്ടറി വെളിപ്പെടുത്തി കഴിയും. അഥവാ വെളിപ്പെടുത്തിയില്ലെന്ന് വെക്കുക, അത് പാർട്ടി സെക്രട്ടറി പിന്നീട് വെളിപ്പെടുത്തുന്നവരെ മന്ത്രിമാർ മിണ്ടാറില്ല. ഇതിപ്പോൾ മന്ത്രിമാർ പാർട്ടി നയം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എത്തി. എല്ലാ മന്ത്രിമാരും ഇല്ല കേട്ടോ, ചില മന്ത്രിമാർ അവർ പ്രഖ്യാപിക്കുന്ന നയത്തിലേക്ക് പാർട്ടി സെക്രട്ടറി പോകേണ്ട ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. അത് എനിക്ക് തോന്നുന്ന CPM-ൽ ഒരു പുതുമയുള്ള കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെയല്ലല്ലോ. പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് അതൃപ്തി ഉണ്ടെങ്കിൽ പരിശോധിക്കും. പാർട്ടിക്ക് പറയാനുള്ളത് ഒന്നുകിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഒന്നുകിൽ സീതാറാം യെച്ചൂരി പറയും, അല്ലെങ്കിൽ കേരളത്തിലെ കാര്യമാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയായ ഞാൻ പറയും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അല്ലാതെ സജി ചെറിയാൻ പറയട്ടെ എന്നല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് സുജയ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റും സെക്രട്ടറിയുമാണ് സെക്രട്ടേറിയറ്റിന് അഭിപ്രായമായിട്ട് ചില കാര്യങ്ങളിൽ, നിർണായക കാര്യങ്ങളിൽ തീരുമാനം പറയുക. അതുവരെ മന്ത്രിമാർ മിണ്ടാറില്ല, ഒരു മന്ത്രിയും മിണ്ടാറില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നത് പാർട്ടി നയമായിട്ട് സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ പറയേണ്ട കാര്യം മന്ത്രിമാർ പറയുകയാണ്.
അതാ ഞാൻ പറഞ്ഞത്. മന്ത്രിമാർ പറയുന്നു, അല്ലെ ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് വിഷമസന്ധികളിൽ ഈ പാർട്ടി കടന്നുപോയത് ഇങ്ങനത്തെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. സുജയ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സുജയ കേട്ടതിലെ കുഴപ്പമാണത്. അതായത് പാർട്ടി സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം സെക്രട്ടറി പറയുകയോ ചെയ്യാതെ അഭിപ്രായം പറയാറില്ല. ഇത് ഞാൻ ഒരു ഉദാഹരണം പറയാം. MV ഗോവിന്ദൻ മാഷ് കുറച്ചു കാലം മുമ്പ് KPCC പ്രസിഡന്റ് K സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി പത്രത്തിലൊരു വാർത്ത വന്നു. ഒരു മറ്റേ മോൺസിംഗൽ മാവുങ്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സുധാകരൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ ഒരു ചെറിയ ബോക്സ് വാർത്ത വന്നിരുന്നു. അത് പാർട്ടി സെക്രട്ടറിക്ക് പിന്നീട് അതിനെ ന്യായീകരിച്ച് അറിയാമല്ലോ പിന്നെ എന്തൊക്കെ ഉണ്ടായെന്ന് അറിയാമല്ലോ. അങ്ങനെ സംഭവിച്ചു പോയി. അതുപോലെ ഇവിടെ ശ്രീ സജി ചെറിയാൻ, അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണ്, പാർട്ടിയുടെ മുതിർന്ന CPM നേതാവാണ്. അദ്ദേഹം അത് നമുക്കറിയാമല്ലോ. സജി ചെറിയാൻ്റെ കേരളത്തിൽ CPM-നുള്ള സ്വാധീനമൊക്കെ നമുക്കറിയാമല്ലോ. മാത്രമല്ല സഭയും സജി ചെറിയാനും തമ്മിലുള്ള ബന്ധവുമുണ്ട്. ശ്രീകുമാർ, സമയം മറ്റുള്ളവർക്ക് കൂടി ക്രമീകരിക്കേണ്ടതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി, ഇവിടെ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞു നിർത്തി. ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഞാനിത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ പാർട്ടി അഭിപ്രായം അല്ലെങ്കിൽ ആ നിമിഷം അത് സെക്രട്ടറിയോ അല്ലെങ്കിൽ സജി ചെറിയാനെ കൊണ്ട് തിരുത്തിക്കണമായിരുന്നു. പക്ഷേ 24 മണിക്കൂറോ 12 മണിക്കൂറോ 15 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അത് എന്തുകൊണ്ട് അത്രയും സമയം വൈകി? അപ്പോൾ പാർട്ടി എന്താണ്, ഇത് എത്രത്തോളം അനുരണനം ഈ നാട്ടിൽ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരുന്നു, എന്ന് ആലോചിച്ചിരുന്നു എന്നാണ് ഒരു സാധാരണ ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ മനസ്സ് പറയുന്നതെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പാർട്ടി നയവും മന്ത്രിമാരുടെ പ്രസ്താവനകളെയും താരതമ്യം ചെയ്തത്. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി, അതിൽ നിന്ന് നമ്മൾ തുടരുകയാണെങ്കിൽ ഇവിടെ സജി ചെറിയാൻ പറയുന്നുണ്ട്, ന്യൂനപക്ഷ സമുദായാംഗമാണ് ഞാൻ. തിരുത്തുവരുത്തുന്ന പ്രസ്താവനയ്ക്കൊപ്പം ഇന്നലെ പറയുന്ന ഒരു വാചകം ന്യൂനപക്ഷ സമുദായാംഗമാണെന്നുള്ളതാണ്. അപ്പോൾ സഭയും പാർട്ടിയും തമ്മിലുള്ള പാലമായ സജി ചെറിയാനെ കൊണ്ട് ഒരു കാര്യം പറയിപ്പിക്കുക, അത് ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ ചർച്ചയാക്കുക, അതിനുശേഷം ഇന്നത്തെ വിരുന്നിലേക്ക് സഭാധ്യക്ഷന്മാർ വരുന്നതിന് വേണ്ടി അതിൽ ഒരു തിരുത്ത്, ഭാഗികമായ തിരുത്താണ്. മണിപ്പൂർ വിഷയത്തിൽ തിരുത്തുന്നില്ല, കേക്ക് വൈൻ രോമാഞ്ചം, അതിൽ മൂന്ന് വാക്കുകളിൽ മാത്രം ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ, തനിക്ക് ഏതെങ്കിലും പ്രയാസമോ വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പദം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചർച്ചയായ സമയപരിധി, ഇപ്പോൾ ശ്രീകുമാർ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു സമയപരിധി കൊടുത്തു അത് ചർച്ചയാകുന്നതിന്, അതിനുശേഷമാണ് അത് പിൻവലിക്കുന്നത്. അപ്പോൾ ആലോചിച്ചുകൊണ്ടുള്ള, പാർട്ടി അറിയാതെ സജി ചെറിയാൻ മാത്രം നടത്തിയ ഒരു പ്രസ്താവനയിലെ വാക്കുകളുടെ വാക്കുപിഴ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാവുന്നതാണോ അന്ന് നമ്മൾ കണ്ടത്? അതിനുശേഷമുള്ള തിരുത്തുകൂടി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലുമല്ല. വെടക്കാക്കി തനിക്കാക്കുക എന്ന നാടൻ പ്രയോഗത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ് CPM ചെയ്തതെന്നേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. CPM-നോടും ഇന്നിപ്പോൾ ഈ CPM സഹയാത്രികളും BJP സഹയാത്രികളും പറഞ്ഞ കാര്യമുണ്ട്. CPM പറഞ്ഞു സഭ ഇന്നത് സംസാരിക്കണമെന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു. BJP പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. CPM-നോടാണെങ്കിലും BJP-യോടാണെങ്കിലും കോൺഗ്രസിനോടാണെങ്കിലും പറയുന്നത് ഇത് മാത്രമാണ്, സഭ എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ നിങ്ങളാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതെങ്ങനെ പറയണമെന്ന് സഭയ്ക്ക് നന്നായിട്ടറിയാം. ഈ വിവാദമുണ്ടാക്കിയ CPM വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതുന്നെങ്കിൽ അതും തെറ്റാണ് എന്ന് CPM തിരിച്ചറിയുക. ഭരണനേട്ടങ്ങൾ ഉയർത്തി കാണിക്കുവാനായിട്ട്, ന്യൂനപക്ഷ അനുകൂലമായ കാര്യങ്ങൾ കാണിക്കുവാനായിട്ട് CPM-ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 2-3 കൊല്ലമെടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് ഒരു അനിശ്ചിതാവസ്ഥ ക്രിസ്ത്യൻ സമൂഹം ഈ കേരളത്തിൽ നേരിടുന്നുണ്ട്. ഇല്ല എന്ന് പറയുവാനായിട്ട് പറ്റില്ല. അത് കക്കുകളി നാടകത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും 80-20 വിഷയത്തിലാണെങ്കിലും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന വിഷയത്തിലാണെങ്കിലും ഈ അടുത്ത കാലത്ത് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാർഷിക പ്രശ്നങ്ങളിലാണെങ്കിലും മലയോര കർഷകന്റെ പ്രശ്നങ്ങളിലാണെങ്കിലും എന്തിലാണെങ്കിലും ശരി വ്യക്തമായ നയമില്ലാതെ ഉഴലുന്ന ഒരവസ്ഥയാണ് CPM-ന് കേരള സർക്കാരിന് ഉള്ളത്. ഈ യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് വർഗീയമായി ചേരിതിരിച്ച് വോട്ട് നേടുവാനുള്ള CPM-ന്റെ ശ്രമത്തെ ഞങ്ങൾ തുറന്ന കണ്ണുകളൂടെ തന്നെയാണ് കാണുക. ഈ വിരുന്നിന് പോയി എന്ന് കരുതിക്കൊണ്ട് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിയുന്നില്ല എന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഈ സമയത്ത് സ്നേഹത്തിൻ്റെ പരിവേഷവുമായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ നിങ്ങളുടെ കുടിലതയും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്, കത്തോലിക്ക സഭയിലെ ഓരോ അംഗങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേവലം കളിപ്പാവകളായിട്ട് കത്തോലിക്ക സഭയെയോ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിനെയോ കത്തോലിക്ക സമുദായ അംഗങ്ങളെയോ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുവാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇത്
മനഃപൂർവ്വമായിട്ട് കേരളത്തിലെ വിഷയങ്ങളെ ചേരിതിരിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കുവാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ വർഗീയ പാർട്ടി എന്ന് പറയുന്ന BJP-യേക്കാൾ ഏറെ വർഗീയത കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPM ഈ അടുത്ത കാലങ്ങൾ മാറിയിരിക്കുന്നു. വർഗീയത വിതച്ച് അതിൻ്റെ രക്ഷകരാണ് ഞങ്ങളെന്ന് കടന്നു പറഞ്ഞു വന്നുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കഴിയുന്ന ഒരാളായിട്ട് CPM മാറിയിരിക്കുന്നു. അങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുവാനായിട്ട് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുക. അതുപോലെ തന്നെ ഹസ്കർ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിനോട് വിയോജിപ്പ് ഞാൻ പറയുകയാണ്. കത്തോലിക്ക സഭയും കമ്മ്യൂണിസവും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. ഒരിക്കലും അടുക്കുവാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് കമ്മ്യൂണിസവും കത്തോലിക്ക സഭയും. മതനിരാസത്തിന് ഒരിക്കലും ദൈവവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു പ്രസ്താവന തന്നെ പിൻവലിക്കണമെന്ന് പറയുകയാണ്. പിന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചില ആശയങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ട് ഒന്നാണെന്നുള്ള പ്രചരിപ്പിക്കുന്ന ഈ രീതി, ഈ രാഷ്ട്രീയ തന്ത്രം അത് ശരിയല്ല എന്ന് തന്നെ പറയുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ കുടിലതയെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കത്തോലിക്ക സഭയെ ഡിക്റ്റേറ്റ് ചെയ്യുവാനായിട്ട് ആരും കടന്നു വരേണ്ട എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അഡ്വക്കേറ്റ് മനു സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് BN ഹസ്കർ, കത്തോലിക്ക സഭയെ ആരും പഠിപ്പിക്കേണ്ടതില്ല, ബഹുമാനമില്ലാത്ത രീതിയിൽ മന്ത്രി സംസാരിച്ചത് ഉചിതമായില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ക്രിമിസ് ബാവ ഇന്നത്തെ വിരുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാതെ പറയാനുള്ളതൊന്നും പറയാതെയല്ല. പിന്നെ ക്രൈസ്തവ സഭ ആരെ കാണണം, ആര് വിളിച്ചാൽ പോകണം എന്നൊന്നും തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുമല്ല എന്നുള്ളത് സഭയുടെ കൃത്യമായ നിലപാടാണ്. അതവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ ഈ വിരുന്നിലേക്ക് വരുമ്പോൾ ഈ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രം അല്ലെങ്കിൽ വർഗീയതയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്, അതിൽ നിന്നുള്ള രക്ഷകരാണ് CPIM എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുലനം ചെയ്യലിലേക്ക് സഭയെ കൊണ്ടുപോകാൻ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ നയിക്കാനുള്ള ഒരു ശ്രമം സജി ചെറിയാനിലൂടെ തുടങ്ങിവെക്കാൻ ശ്രമിച്ചു CPIM. പക്ഷേ ഉപയോഗിച്ച പദപ്രയോഗങ്ങളിലൂടെ അത് കൃത്യമായി പാളിപ്പോയി. അതിനുശേഷം തൊലിപ്പുറത്ത് ഒരു ചികിത്സ നടത്തി സഭാധ്യക്ഷന്മാരെ ഇന്നത്തെ വിരുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ പൂർണ്ണമായും നേരത്തെ ഉണ്ടായിരുന്ന അതേ ബന്ധത്തിലേക്ക് എത്താൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ഹസ്കർ? സുജയ, ഇതിൽ സജി ചെറിയൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, പൊതുപ്രവർത്തകർ പലപ്പോഴും പ്രഭാഷണങ്ങളിലും കൃത്യമായി ചില ആലങ്കാരിക പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിൽ നടത്തിയിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ അതിരുകടന്നതാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ വാക്കുകൾ പിൻവലിച്ച് അതിൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായി തീർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു സൗഹൃദ നിമിഷങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ കണ്ടത്. ആ മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ ഞങ്ങൾ ആരെയും വർഗീയമായി ധ്രുവീകരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമവും കേരളത്തിൽ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായി വന്നുപോയിട്ടുള്ള ഒരു പിശക് വാക്കുപിഴ. ആ വാക്കുപിഴയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി അത് ആ വിവാദം കെട്ടടങ്ങി, ആ വിവാദം അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മറിച്ച് ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് 2000 കൊല്ലത്തിലധികമുള്ള പഴക്കമുണ്ട്. സ്വാഭാവികമായും സഭ ലോകത്താകമാനം നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവൃത്തികളെ മതിച്ചുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത്. ഞാൻ മനു നേരത്തെ സൂചിപ്പിച്ചത് മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം കാണുന്നു, ഞങ്ങൾ ദൈവനിരാസവും നാസ്തികത്വവും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാർക്സിയൻ ദർശനത്തെ ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ അതിന് മതനിരാസവും അതുപോലെ ദൈവനിരാസവും ഒക്കെ സൂചിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. കാര്യം ഞങ്ങൾ മാർക്സിയൻ ദർശനത്തിൽ കൃത്യമായി പ്രപഞ്ച ഉൽപ്പത്തിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. എന്നാൽ സെമറ്റിക് മതങ്ങളായ ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ മറ്റൊരു രീതിയിലാണ് ആ കാഴ്ചപ്പാടുകളുള്ളത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം, ക്രിസ്തു മതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതും സഹനത്തിൻ്റെതും ആണ് ഭാഷയെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതൊഴികെ ഒരു തരത്തിലും പിണങ്ങിപ്പിരിയേണ്ടതോ മാറി നിൽക്കേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം കൃത്യമായി കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളും തമ്മിലില്ല. എന്നാൽ RSS ഉയർത്തുന്ന ചോദ്യങ്ങൾ അത് ഇന്നും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. RSSന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വിചാരധാരയിൽ തുടങ്ങുന്നതാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ ആത്മഗുരു എന്ന് പറയുന്നത് ഗുരുജി ഗോൾവാർക്കർ ആണെങ്കിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ RSSകാരനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. RSSകാരനായ വിചാരധാര വായിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി ഇന്ന് വന്നിട്ട് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകളും ക്രൈസ്തവരും മാത്രം പിന്തുടരുന്ന സ്നേഹത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചും ഒന്നിച്ചു പോകുന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പാതയിലാണ് കമ്മ്യൂണിസവും ക്രൈസ്തവ വിശ്വാസികളും ചേരുന്നതെങ്കിൽ, മുന്നോട്ട് പോകുന്നതെങ്കിൽ ലക്ഷ്യം ഒന്നാണ്. മറ്റൊരു
മാർഗത്തിലൂടെ അതേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ് പ്രധാനമന്ത്രിയെങ്കിൽ അത് മാത്രം ശരിയല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, രണ്ടുപേരോടുമായിട്ടാണ് ചോദ്യം. രണ്ടുപേരും ഒരാൾ പറഞ്ഞതിന് ശേഷം അടുത്തയാളുടെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇവിടെ പ്രധാനമായും ഉയർത്തിയത് വിചാരധാരയിൽ ക്രൈസ്തവരെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗമാണ്. അതിനെക്കുറിച്ചുള്ള തിരുത്തൽ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം പുതിയ കാലഘട്ടത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണവും വന്നതാണെന്ന് അഡ്വക്കേറ്റ് ഹസ്കർ തന്നെ ഇവിടെ പറയുന്നു. വിചാരധാരയിൽ ഊന്നിയാണോ പ്രധാനമന്ത്രി വിരുന്നിനായി ഇവരെ ക്ഷണിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ വിരുന്നിന്റെ പ്രസക്തി എന്താണെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അല്ല, ക്രൈസ്തവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്മ്യൂണിസവും അതുതന്നെയാണ് ലക്ഷ്യമിടുന്നത്, CPIM അതേ പാതയിലാണ് പോകുന്നതെന്ന് അഡ്വക്കേറ്റ് ഹസ്കർ പറയുന്നുമുണ്ട്. ഇതിൽ ഏതാണ് BJPയുടെ ഉപായം? ഇത് വോട്ടിന് വേണ്ടിയുള്ള തന്ത്രമാണോ ഇരു പാർട്ടികളും പയറ്റുന്നത്? ആദ്യത്തെ ടേൺ താങ്കൾക്കാണ്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ഇതിൽ വോട്ടിന്റെ രാഷ്ട്രീയമില്ല സുജയ. ഇതിൽ പ്രധാനമായുമുള്ളത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നടപടി നമ്മുടെ ഭരണകൂടത്തിൽ നിന്നുണ്ടാകണം എന്നുള്ളതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു പ്രോസസ്സാണല്ലോ ഉണ്ടാകുന്നത്. അതൊരു അനിൽ ആന്റണി വന്നതിന് ശേഷമാണല്ലോ ഈ വിരുന്ന്. അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി എത്രയോ തവണ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണുകയും നമ്മുടെ രാജ്യത്ത് എത്രയോ തവണ അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്തും എനിക്ക് ഓർമ്മയുള്ളത്, അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അദ്ദേഹം പ്രധാനമന്ത്രി ഡെസിഗ്നേറ്റ് ആയി വന്ന സമയത്ത് തന്നെ കായൽ സമ്മേളനത്തിന് കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹം എത്രയോ ക്രിസ്ത്യൻ സഭകളുടെ നേതാക്കന്മാരെ കാണുന്ന സാഹചര്യം ഉണ്ടായി. എനിക്ക് കൃഷ്ണദാസ് വിരുന്നിനെ കുറിച്ചാണ് ചോദിച്ചത്. മുഖ്യമന്ത്രി സ്ഥിരമായി നടത്തുന്നതാണ് ക്രിസ്മസ് പുതുവത്സര വിരുന്ന്, ഇഫ്താർ വിരുന്നും നടത്താറുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് അത് അനിൽ ആന്റണി BJPയുടെ ദേശീയ സെക്രട്ടറിയായി വക്താവായി വന്നതിന് ശേഷമാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് താങ്കൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ? അതിലൊരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമില്ല. ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി വിരുന്ന് സംഘടിപ്പിക്കുന്നതിന് ഇന്ന കാലത്ത് തുടങ്ങാവൂ എന്നൊന്നും അങ്ങനെ ഒരു നിക്ഷിപ്ത സാഹചര്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ രാജ്യത്ത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ഹസ്കർ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, അദ്ദേഹം ഗുരുജി ഗോൾവൽക്കറെ കുറിച്ചാണല്ലോ പറഞ്ഞത്. കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തിൽ സോവിയറ്റ് റഷ്യയിൽ 1920കളുടെ കാലഘട്ടം മുതൽ 1975കളുടെ കാലഘട്ടം വരെ എന്തായിരുന്നു ചർച്ചകളുടെ അവസ്ഥ? 22,000 ചർച്ചകൾ ഉണ്ടായിരുന്നത് 12,000 ചർച്ചകൾ ഒറ്റയടിക്ക് നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. ക്രിസ്തുമസ് ദിനത്തിനെതിരായി, ക്രിസ്തുമസിനെതിരായി, സിസ്റ്റത്തിനെതിരായി, ക്രിസ്ത്യൻ സംവിധാനങ്ങൾക്കെതിരായി റഷ്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികളുമെല്ലാം ആ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ, ലെനിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെല്ലാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ചരിത്ര പുസ്തകങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ, ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ പോരെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം അതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിരുന്നിലും അതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവണ്ടേ? അതല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസം അവരുടെ ആളുകളുമായി സംവദിക്കാൻ തയ്യാറാകുന്നു, അവരെ വിരുന്നൊരുക്കാൻ തയ്യാറാകുന്നു. അതിന് പ്രത്യേകിച്ച് കാലഘട്ടമൊന്നുമില്ല. എന്നതാണ് താങ്കളുടെ വാദം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒരു വളരെ സ്വാഭാവികമായ ഒരു കാര്യം എന്ന് മാത്രമാണ് താങ്കളുടെ വാദം. അഡ്വക്കേറ്റ് ഹസ്കർ, അങ്ങയുടെ മറുപടി. സുജയ, ഇക്കാര്യത്തിൽ ഞാൻ കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളോട് ആവശ്യം വായിച്ചിരിക്കേണ്ട ഒരു ഗുരുജി ഗോൾവാർക്കറുടെ കുരുക്ഷേത്ര പ്രകാശിൽ പ്രസിദ്ധീകരിച്ചുള്ള ശ്രീ പി മാധവൻ വിവർത്തനം ചെയ്തിട്ടുള്ള പേജ് നമ്പർ 228 മുതൽ 235 വരെയുള്ള പേജുകൾ. പുലിനഖങ്ങൾ പുറത്തു വരുന്നു, ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികൾ. അവരോട് മാർക്സിന്റെ ചരിത്രവും വായിക്കാൻ പറയണം. നമുക്കത് വലിയ വിഷയമാണ്, അതൊരു വലിയ വിഷയം തന്നെയാണ്. മാർക്സിൻ ദർശനത്തിൽ മതത്തെ സംബന്ധിച്ച് വലിയ അല്ലല്ല, വിചാരധാരയുടെ അവശ്യം മനുവും അതുപോലെ തന്നെ കാത്തലിക് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആ പുസ്തകത്തിന്റെ അത്തരം താളുകളൊന്ന് മറിച്ചു നോക്കിയാൽ എന്താണ് ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ രൂപത്തിൽ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ച് നിങ്ങളെ അകപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം വരും. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും വിചാരധാരയുടെ അന്തർധാര മനസ്സിലാക്കാനുള്ള ആത്മ ചൈതന്യമുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ.
ആ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അപ്പോൾ വിചാരധാര 1960കളിൽ ഇറങ്ങിയ പുസ്തകമാണെന്നും ഞങ്ങളത് മാറ്റിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് ആഘോഷം അനാവശ്യമാണെന്ന് പറഞ്ഞ ഓർഗനൈസറിന്റെ 2023 ഡിസംബറിലൊക്കെമെങ്കിലും വീണ്ടും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇവാഞ്ചലിക്കൽ സഭകൾ നടത്തുന്നത് മതപരിവർത്തനമാണെന്നും അവരെ രാജ്യത്ത് നിന്ന് തുരത്തണമെന്നും ഓർഗനൈസർ വിളിച്ചു പറയുന്നു എങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ആട്ടും തോലിട്ട ചെന്നായയുടെ സ്നേഹം മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്തുമത വിശ്വാസികൾ തിരിച്ചറിയും എന്നു തന്നെയാണ് ചില മതമേലധ്യക്ഷന്മാർക്കെങ്കിലും അത് ബോധ്യം വരുന്നില്ലെങ്കിൽ പോലും അത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ ഓർഗനൈസറിന്റെ ജനുവരിയിൽ ഇറങ്ങിയ ആ ലക്കത്തിൽ അത് തന്നെയല്ലേ അഡ്വക്കേറ്റ് ഹസ്കർ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. എന്താണ് അതിന്റെ അർത്ഥം? ആ വിഷയത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ അതിന്റെ അർത്ഥം എന്താണ് അത് പറയൂ, എന്നിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ക്രിസ്മസ് വിരുന്നിലാണ് പ്രധാനമന്ത്രി വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് ഓഫ് ക്രിസ്മസ് ന്യൂ ഇയർ എന്ന ഓർഗനൈസറിൽ ആ തലക്കെട്ടിൽ വന്ന ലേഖനത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ഭാഗത്ത് വിരുന്ന്, ഒരു ഭാഗത്ത് ഡിസാസ്റ്റർസ് എന്ന് പറയുന്നു. അല്ല, ഞാനത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഓർഗനൈസർ വായിക്കാറില്ല. ഞാനത് വായിച്ചാൽ മാത്രമേ എനിക്കത് പറയാൻ വേണ്ടി കഴിയൂ. അല്ല, വായിക്കുന്നതും ഒരു വാർത്ത വായിക്കുന്നതും രണ്ടാണല്ലോ. ഞാൻ ആ വിഷയം, ആ വാർത്ത ഞാൻ വായിച്ചിട്ടില്ല, ആ ലേഖനം ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാം. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ഹസ്കറിനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് ഉപയോഗിച്ച വാക്കുകൾ നല്ലതാണ്, അത് സംഗീതാത്മകമാണ്, അത് സാഹിത്യാത്മകമാണ്. പക്ഷേ അതിൽ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രവും അതിൽ ലെനിൻ്റെ ചരിത്രവും അതിൽ സ്റ്റാലിൻ്റെ ചരിത്രവും അതിൽ റഷ്യയുടെ ചരിത്രവും കൂടി ചേർത്താൽ അത് കൃത്യമായി ശ്രീ മനു പറഞ്ഞത് അതിൻ്റെ ഭാഗമാണ്. അത് അങ്ങേക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങ് അത് ആ ഭാഗത്തെ അങ്ങ് വിഴുങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അങ്ങ് ഇതൊന്ന് പറഞ്ഞു കൊടുത്തുള്ള ഒരു കത്ത് എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് എഴുതിയാൽ അദ്ദേഹത്തോടൊന്ന് വായിക്കാൻ പറഞ്ഞാൽ നല്ലതാണ്. ഈ തരത്തിൽ ചരിത്രമുള്ള സാഹചര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി ഇവരുടെ വിരുന്നുകളിൽ ഒന്ന് ചർച്ചയാക്കുന്നത് നല്ലതാണ് എന്ന് അങ്ങ് മുഖ്യമന്ത്രിയോട് പറയുന്നത് നല്ലതാണ്. അങ്ങയെപ്പോലുള്ള ആളുകൾ നടത്തുന്ന ഈ ചരിത്ര വ്യാഖ്യാനത്തെ ബഹുമാനപ്പെട്ട മനു അടക്കമുള്ള ആളുകൾ കൃത്യമായി കാണുന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് നിങ്ങളുടെ കൂടി ഈ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ്. അപ്പം അങ്ങയുടെ സാരോപദേശം നല്ലതാണ്. സാരോപദേശം കുറച്ച് മുഖ്യമന്ത്രി കൂടി കൊടുത്താൽ അത് കുറച്ചുകൂടി നമ്മുടെ കേരളീയ സമൂഹത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി, ഇതിൽ വിചാരധാര വായിക്കണോ, ഓർഗനൈസറിൽ ഈ പറയുന്ന ലേഖനം വായിക്കണോ, അതോ കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണോ? ഇതിലേതാണ് കാത്തലിക് കോൺഗ്രസ് ചെയ്യേണ്ടത്? താങ്കൾക്ക് ഈ പറഞ്ഞതിൽ നിന്ന്, ഇവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുമല്ലോ, അതെന്താണ്? നമുക്കതിൽ ചർച്ച അവസാനിപ്പിക്കാം. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ദാസ് ക്യാപിറ്റലിൽ ഞങ്ങളെ പഠിപ്പിക്കുവാനും വിചാരധാര പഠിപ്പിക്കുവാനായിട്ടും ഇറങ്ങി വരേണ്ട. കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും, ഇനി കോൺഗ്രസ് ആണെങ്കിലും അവരുടെയും കുടിലത ഞങ്ങൾ നന്നായിട്ട് അറിയാം. കത്തോലിക്ക കോൺഗ്രസിനും അറിയാം. നിങ്ങളാരും ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങളുടെ രാഷ്ട്രീയ നയവും ഇതാണ്. ഇങ്ങോട്ട് സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും. നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ, നിങ്ങളുടെ ഈ സ്നേഹത്തിൽ മധുരത്തിൽ ചാലിച്ച വാക്കുകൾ, ദാസ് ക്യാപിറ്റൽ എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വിചാരധാര എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി ഇത് രണ്ടിന് ശേഷവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇലക്ഷനെ നേരിട്ട ഒരു കാലഘട്ടം ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട് എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയം നിങ്ങൾ പഠിപ്പിക്കേണ്ട, നിങ്ങളുടെ തത്വചിന്തകൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ കുടലുകളെ നന്നായിട്ടറിയാം. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പെരുമാറുക എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ, വിരുന്നിനെത്തും, പക്ഷേ വിരുന്നിൽ തെളിഞ്ഞതല്ല. വിരുന്നിലെത്തുമ്പോൾ പറയുന്ന വിഷയങ്ങൾ മാത്രമല്ല സഭയുടെ നിലപാട് എന്നുള്ളത് പാർട്ടികൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സുജയ പൂർണ്ണമാകുന്നു. ഇനി കാണാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം.